ഞാനൊരു ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ നിന്ന് 8 വർഷത്തോളം അതിനുവേണ്ടി പ്രവർത്തിച്ച് അതിന്റെ മുന്നേറ്റത്തിന് വേണ്ടി ഒരുപാട് റിസ്ക് എടുത്ത ഒരു പൊതുപ്രവർത്തകനാണ്, അതെല്ലാവർക്കും അറിയാം. പക്ഷെ ഒരു ഘട്ടം വരുമ്പോൾ നമ്മൾ വിശ്വസിച്ച സംവിധാനവും മുഖ്യമന്ത്രിയുടെ ഓഫീസും കേരളത്തിലെ സമൂഹത്തെ വഞ്ചിക്കുന്നു എന്ന് മനസ്സിലായപ്പോഴാണ് ആ വഞ്ചനയ്ക്കെതിരെയാണ് നമ്മൾ ഈ വിഷയവുമായി ആ സംവിധാനം വിട്ട് പുറത്തു വന്നത്. ഇപ്പോഴും നമ്മൾ ഏറ്റെടുക്കുന്ന അടുത്തൊരു വഞ്ചനയിലേക്ക് സർക്കാർ പോവുകയാണ് ഈ മലയോര ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയം. ആ വിഷയവും ഏറ്റെടുത്താണ് നമ്മൾ രംഗത്തിറങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഏറ്റെടുത്ത വിഷയം കേരളത്തിലെ ബഹുജനങ്ങളും കേരളത്തിലെ പ്രതിപക്ഷവും എല്ലാവരും വളരെ ഗൌരവമായിട്ട് ഈ നിയമ ഭേദഗതിയെ കാണുകയും അതിനെ എതിർക്കുമെന്ന് ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉൾപ്പെടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെ KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തല ഉൾപ്പെടെ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞു. അത് തന്നെയാണ് ഇതിന് ഏറ്റവും വലിയ വിജയം. എനിക്കതിൽ അങ്ങേയറ്റത്ത് നന്ദിയുള്ളത് പിണറായി വിജയനോടാണ്. കാരണം ഈ ഒരു അറസ്റ്റ് കേരളത്തിലെ 3.5 കോടി ജനങ്ങൾക്ക് ഈ വിഷയം എന്താണ് എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ ഇന്നലെ അദ്ദേഹം നടത്തിയ ഈ ഭരണകൂട ഭീകരമായിട്ടുള്ള ഈ അറസ്റ്റ് ഉണ്ടല്ലോ, ഞാനൊരു മിനിമം 3 മാസം കിടക്കാൻ തയ്യാറായിട്ടാണ് പോയത്. പക്ഷെ ഇവിടുത്തെ ജുഡീഷ്യറി എക്കാലത്തും എനിക്ക് വിശ്വാസമുള്ള, നമ്മൾ ഈ പല ഫൈറ്റുകളും നടത്തുമ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അന്നും ഇന്നും ഈ നിമിഷവും ഞാൻ വിശ്വാസം അർപ്പിക്കുന്നത് നമ്മുടെ ജുഡീഷ്യറിയിലാണ്, പ്രത്യേകിച്ച് കേരളത്തിൽ. ആ സത്യസന്ധമായ ജുഡീഷ്യറിക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാകുന്നു. അവരതിൻ്റെതായിട്ട് നിലപാടെടുക്കുമെന്നും മനസ്സുകൊണ്ട് ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു. ആ ജുഡീഷ്യറിയുടെ വിശാലമായ ഈ സമൂഹത്തോടുള്ള കാഴ്ചപ്പാടിന്റെ തെളിവ് കൂടിയാണ് ഇന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള ബെയില്. അതാണ് വളരെ ചുരുക്കി പറയാനുള്ളത്. ഇന്നലെ പോലീസിന്റെ അകമ്പടിയോട് കൂടി പോകുമ്പോഴും ഇതേ പ്രവർത്തകർ ഇവിടെയൊക്കെ ഉണ്ട്. നമ്മൾക്ക് എന്നുള്ളത് അതാണ്, ഈ ജനങ്ങളാണ്. ആ ജനങ്ങളാണ് എന്റെ ശക്തി. അത് ഈ നാടിന്റെ നാനാഭാഗത്തോ ചെറുതോ വലുതോ ആവട്ടെ, അതിൽ ഏറ്റവും പാവപ്പെട്ടവരുണ്ടാവും, അതിലേറെ വലിയവരുണ്ടാവും, വലിയ ആളുകളുണ്ടാവും. എല്ലാ സമൂഹത്തോടും ഒരുപാട് പെരുമാറുകയും ഇടപെടുകയും ചെയ്യുന്ന ഒരു രീതി അവലംബിക്കുന്നതുകൊണ്ട് എല്ലാ ഘട്ടങ്ങളിലും ആര് കൈവിട്ടാലും എന്നെ കൈവിടാത്തൊരു ജനത ഈ നാട്ടിലുണ്ട് എന്ന് എനിക്ക് തോന്നിയുള്ളത്. അതാണ് നമ്മുടെ പിൻബലം. ഒറ്റയ്ക്കല്ല പോരാട്ടമെന്ന് താങ്കൾ പറയുന്നു. UDF-ന് ധാർമ്മികമായി നന്ദി പറയുന്നു. ഒരു രാഷ്ട്രീയ പ്രഖ്യാപനം തന്നെ നടത്തുകയാണോ താങ്കൾ? അല്ല, അത് അങ്ങനെ വേണമെങ്കിലും അങ്ങനെ എന്താ പറയാ നിങ്ങൾക്ക് കണക്കാക്കാം. എന്റെ മുമ്പിൽ ഒറ്റ ലക്ഷ്യമുള്ളൂ. അത് വളരെ വിശദമായിട്ട് നാളെ 9 മണിയുടെ പത്രസമ്മേളനത്തിൽ ആ രാഷ്ട്രീയവും നിങ്ങളോട് വിശദീകരിക്കുന്നതായിരിക്കും. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം തങ്ങളെ പിന്തുണച്ച നേതാക്കളെ വിളിച്ച് ഫോൺ സംസാരിച്ച് നന്ദി പറഞ്ഞു. എല്ലാ UDF ലീഡർഷിപ്പിനും എല്ലാവരും കുഞ്ഞാടി സാഹിബിന്റെ അടുത്ത് ബന്ധപ്പെട്ടു, തങ്ങളെ ബന്ധപ്പെട്ടു, രമേശ് ചെന്നിത്തലയെ ബന്ധപ്പെട്ടു, വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവിനെ ബന്ധപ്പെട്ടു, CP ജോണിനെ ബന്ധപ്പെട്ടു. ഈ വിഷയത്തിൽ ഇടപെട്ട് സംസാരിച്ച, അതുപോലെ തന്നെ ബിഷപ്പ്, ബത്തേരി ബിഷപ്പ്, താമരശ്ശേരി ബിഷപ്പ്, ബഹുമാനപ്പെട്ട റമജിയോസ് ഇഞ്ചാനിയൽ ബിഷപ്പ്, ഇവരെയൊക്കെ നമ്മൾ ബന്ധപ്പെട്ടിരിക്കുന്നു. പോരാട്ടം പ്രധാനമായും ഒരു പൊളിറ്റിക്കൽ നെക്സസിനെതിരെയാണെന്ന് താങ്കൾ പറഞ്ഞു വെച്ചിരുന്നു. ഇനി താങ്കളുടെ പോരാട്ടം എന്തിനെതിരെയാണ്? എന്താണ് താങ്കളുടെ ഇപ്പോഴത്തെയും ലക്ഷ്യം? അല്ല, ഇപ്പോഴത്തെയും ഈ നെക്സസ് തന്നെയാണല്ലോ ഇപ്പോൾ വർക്കൌട്ട് ചെയ്യുന്നത്. ആർക്ക് വേണ്ടിയിട്ടാണ് പിണറായി ഇതെല്ലാം ചെയ്യുന്നത്? കേന്ദ്ര ഗവൺമെന്റിനെ സഹായിക്കുന്ന നിലപാട് എന്ന് പറയുന്നത് CPM-ഉം RSS-ഉം തമ്മിലുള്ളൊരു വലിയ നെക്സസ് തന്നെയല്ലേ? ഈ തെരഞ്ഞെടുപ്പുകളിലൊക്കെ നമ്മൾ കണ്ടല്ലേ. ഇപ്പം നടക്കുന്ന ഈ ന്യൂനപക്ഷ വിരുദ്ധ നിലപാട് ആർക്ക് വേണ്ടിയിട്ടാണ്? RSS-ഉമായിട്ട് നെക്സസിന്റെ ഭാഗമല്ലേ? ഈ പറയുന്ന പ്രിയങ്ക ഗാന്ധിക്കടക്കം കേരളത്തിലെ ന്യൂനപക്ഷങ്ങള് വർഗീയവാദികളാണ് പ്രിയങ്ക ഗാന്ധിയെ ജയിപ്പിച്ചത് എന്ന് പോളിറ്റ് ബ്യൂറോ അംഗം ഇത് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അത് കേന്ദ്രമന്ത്രിമാരെ ഏറ്റെടുത്തില്ലേ? ഉത്തരേന്ത്യയിലും ഡൽഹിയിലും അത് ചർച്ചയായില്ലേ? കാരണം വർഗീയവാദികളുടെ വോട്ട് വാങ്ങിയിട്ടാണ് പ്രിയങ്ക ഗാന്ധി ജനിച്ചത് എന്ന് പോളിറ്റ് ബ്യൂറോ അംഗം, മുഖ്യമന്ത്രിയും അത് കഴിഞ്ഞ് എന്താ പറയാ മറ്റു മന്ത്രിമാരും എൻഡോസ് ചെയ്ത് കഴിഞ്ഞു. അത് ഏറ്റെടുത്തിരിക്കുന്ന ആരാണ്? കേന്ദ്രത്തിലെ കേന്ദ്രമന്ത്രിമാരാണ്, RSS-ന്റെയും BJP-യുടെയും. എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ആ RSS-ഉം CPM-ഉം മാത്രമായിട്ടുള്ള നെക്സസിന്റെ കൃത്യമായ ഭാഗമല്ലേ? അതുകൊണ്ട് എവിടെ നെക്സസ് അവസാനിക്കുന്നത്? നാളെ എന്തൊക്കെയാണ് പരിപാടി? കാരണം വെച്ചാല് യാത്ര അവസാനിപ്പിച്ചിരുന്നു കഴിഞ്ഞ ദിവസം വഴിയിൽ വെച്ച് ഇവിടെ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. എങ്ങനെയാണ്? അല്ല, നാളെ ഒന്നല്ല, രാവിലെ 9 മണിയുടെ പത്രസമ്മേളനം കഴിഞ്ഞിട്ട് ഈ പറയുന്ന UDF ലീഡേഴ്സിനെ കാണണം. നമുക്ക് പിന്തുണ നൽകിയ മലയോര മേഖലയിലെ ഈ ക്രൈസ്തവ സഭാധ്യക്ഷന്മാരെ കാണേണ്ടതുണ്ട്. ഇനി ഈ ഒരു സംവിധാനത്തെ ഇപ്പൊ നിയമസഭാ സമ്മേളനം വരാൻ പോവുകയാണ്.
അതിൽ ഒരു കാരണവശാലും ഈ ബില്ല് അവിടെ പാസ്സാവാൻ പാടില്ല. ആ നിലപാടെടുക്കാൻ ശക്തമായ സമരം തുടങ്ങുമെന്നാണ് ഇന്നിപ്പോ കുഞ്ഞാടി സാഹിബിന്റെ പ്രസ്താവന കാറിൽ വരുമ്പോൾ ഞാൻ കേട്ടത്. ജനങ്ങൾ എതിർത്തെങ്കിലും സഭയിലെത്തിയാൽ ഇത് പാസ്സാകും ഉറപ്പല്ലേ. 98 MLA-മാരുണ്ട് അവരുടെ കൂടെ, മൃഗീയമായ ഭൂരിപക്ഷ. എന്ത് ബില്ല് കൊണ്ടുവന്നാലും പാസ്സാക്കാൻ കഴിയും. അതുകൊണ്ട് സഭയിൽ ഇത് അവതരിപ്പിക്കാനുള്ള ധൈര്യം ഈ ഗവൺമെന്റിന് ഉണ്ടാവരുത്. ആ രീതിയിലുള്ള ജനകീയ പ്രക്ഷോഭം ഈ നാട്ടിൽ ഉയർന്നു വരണം. എങ്കിൽ മാത്രമേ ഈ ജനങ്ങളെ ഇതിനെ രക്ഷിക്കാൻ കഴിയുള്ളൂ. അതാണ് ഞാൻ പറയുന്നത്. താങ്ക് യു എവരിബഡി. അപ്പൊ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വേണേ എല്ലാവർക്കും? അപ്പോ പിന്തുണച്ച സകലമാന ജനങ്ങൾക്കും ഈ പാതിരാത്രിയിൽ കാത്തിരുന്ന മുഴുവൻ ആളുകൾക്കും ഹൃദയപൂർവ്വം നന്ദി സ്നേഹം അറിയിക്കുകയാണ്. അൻവർ വീട്ടിലെത്തി മാധ്യമങ്ങളെ കാണുകയായിരുന്നു. നാളെ വിശദമായ വാർത്താ സമ്മേളനം നടത്തുന്നുണ്ടെന്ന് അൻവർ പറയുന്നു. അൻവർ പിന്തുണച്ച എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ടാണ് ഇന്നിപ്പോൾ മാധ്യമങ്ങളെ കണ്ടവസാനിപ്പിച്ചിരിക്കുന്നത്. വലിയ ആവേശത്തോടെ പ്രവർത്തകർ ചുറ്റും നിന്നുള്ള ഒരു വാർത്താ സമ്മേളനമാണ് ഇപ്പോൾ നടത്തിയത്. അദ്ദേഹത്തെ അത്തരത്തിലാണ് വീട്ടിലേക്ക് എത്തിച്ചതും. 18 മണിക്കൂറിന്റെ ജയിൽവാസത്തിനൊടുവിലാണ് അൻവർ പുറത്തിറങ്ങിയപ്പോൾ തന്നെ പൊന്നാട അണിയിച്ചൊക്കെ പ്രവർത്തകർ വലിയ സ്വീകരണം ഒരുക്കിയിരുന്നു. ഇപ്പോൾ ഇതാ വീട്ടിലേക്കും എത്തിയിരിക്കുന്നു. നാളെ രാവിലെ 9 മണിക്ക് വിശദമായ വാർത്താ സമ്മേളനമുണ്ട്. മുഹമ്മദ് അസ്ലം ചേരുന്നുണ്ട് അൻവറിന്റെ വീട്ടിൽ നിന്ന്. അസ്ലം, വലിയ സ്വീകരണം ഒരുക്കുന്നു, മാധ്യമങ്ങളോട് അൻവർ സംസാരിക്കുന്നു, നന്ദി പറയുന്നു, നാളെ വാർത്താ സമ്മേളനമുണ്ട്. ഇനിയുള്ള നീക്കങ്ങൾ എങ്ങനെയെന്നാണ് അൻവർ സൂചിപ്പിക്കുന്നത്? ഇന്നലെ ഇവിടെ രാത്രി പോലീസ് പിടിച്ചുകൊണ്ടു പോകുന്നതിന് മുമ്പായി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ഒരു അല്ലെങ്കിൽ രാഷ്ട്രീയ ഗൂഢാലോചനയും അതോടൊപ്പം തന്നെ ഭരണകൂട ഭീകരതയെല്ലാം ആരോപിച്ചിരുന്നു. ആ ഒരു ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം അദ്ദേഹം തിരികെ വരുമ്പോൾ സ്വാഭാവികമായും ഇന്നലത്തെ അൻവർ അല്ല എന്ന കാര്യം വ്യക്തമാണ്. അദ്ദേഹം കൃത്യമായി തന്നെ പറയുന്നു, ഇനിയുള്ള പോരാട്ടം ഒറ്റയ്ക്കല്ല എന്ന് പറയുന്നു. UDF-ഉമായിട്ടുള്ള സഹകരണത്തെക്കുറിച്ചുള്ള കൃത്യമായ ഒരു സൂചനയാണെന്ന് ചോദിച്ചപ്പോൾ അത് അങ്ങനെ തന്നെ നിങ്ങൾക്ക് എടുക്കാമെന്ന് പറയുന്നു. മാത്രമല്ല, നേരത്തെ പറഞ്ഞിട്ടുള്ള രാഷ്ട്രീയ നെക്സസ്, പൊളിറ്റിക്കൽ നെക്സസിനെ കുറിച്ചുള്ള കാര്യം ചോദിച്ചപ്പോൾ CPM RSS നെക്സസ് എന്ന് വിശദീകരിക്കുകയും കൂടി ചെയ്യുന്നുണ്ട്. അതായത് കൃത്യമായി ഈ ഒരു അറസ്റ്റ്, അതിനുണ്ടായ ജയിൽവാസം, തുടർന്നുള്ള ജാമ്യത്തിലൂടെ PV അൻവർ കുറച്ചുകൂടി പക്വതയുള്ള അല്ലെങ്കിൽ മുന്നണി ബന്ധത്തിലേക്ക് മുന്നോട്ട് പോകുന്ന തരത്തിലുള്ള ഒരു രാഷ്ട്രീയ നേതാവായി മാറി എന്നതിന്റെ സൂചനകളാണ് കൃത്യമായി തന്നെ നൽകുന്നത്. ഈ ഒരു സംഭവത്തോടുകൂടി UDF-ഉമായി അടുക്കാനുള്ള സ്പേസ് കിട്ടിയിരിക്കുന്നു. അത് കൃത്യമായി തന്നെ ആവശ്യമായ എന്ത് വിട്ടുവീഴ്ചകളും ചെയ്തുകൊണ്ട് പിണറായി വിജയനെ അല്ലെങ്കിൽ പിണറായി സത്തെ താഴെയിറക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമെന്ന അർത്ഥത്തിൽ UDF-നുമായി ചേർന്ന് നിൽക്കാൻ PV അൻവർ തീരുമാനിച്ചിരിക്കുന്നു. അതിന്റെ ഭാഗമായുള്ള ചർച്ചകളിലായിരിക്കും ഇനി മുന്നോട്ട് പോവുക എന്നാണ് പറയുന്നത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം ഉയർത്തിയ വിഷയം എന്ന് പറയുന്ന ഈ ഒരു മലയോര മേഖലയിൽ ഈ പ്രശ്നം, അത് ഈ നിയമസഭാ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആ ബില്ലിനെതിരായ, പുതിയ ഭേദഗതികൾക്കെതിരായ വലിയൊരു ജനവികാരം ഉയർത്തണം. മലയോര മേഖലകളിൽ ക്രൈസ്തവ മേലധ്യക്ഷന്മാരുമായിട്ടൊക്കെ കൂടിക്കാഴ്ച നടത്തി, വ്യത്യസ്ത ഈ കർഷക സംഘടനകളുമായി കൂടിക്കാഴ്ചകൾ നടത്തി വലിയൊരു ജനകീയ പ്രശ്നം. സഭയിൽ ആ ബില്ല് വരുന്നതിന് മുമ്പ് തന്നെ സർക്കാരിന് മുന്നിൽ വലിയ സമ്മർദ്ദം തീർക്കാനുള്ള നീക്കങ്ങളിലേക്കും PV അൻവർ പോവുകയാണ് എന്നതാണ് പറഞ്ഞു വെച്ചത്. നാളെ വിശദമായി തന്നെ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അതിൽ കുറച്ചുകൂടി നേരത്തെ പറഞ്ഞ ഒരു എല്ലാ മുന്നണികളെയും എതിർത്ത് നിൽക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് മാറി LDF-നെ എതിർക്കാൻ കൃത്യമായി തന്നെ UDF-നൊപ്പം നിൽക്കണമെന്ന ഒരു രാഷ്ട്രീയ ബോധ്യത്തിൽ നിന്ന് ആ അർത്ഥത്തിലേക്കുള്ള ഒരു ചുവട് മാറ്റം മാറുന്നതാണ്. ഒരൊറ്റ ദിവസത്തെ അറസ്റ്റും ജയിൽവാസവും PV അൻവറിനുണ്ടാക്കിയ മാറ്റം. എന്തായാലും അത്തരത്തിലെ പുതിയ ചർച്ചകളിലേക്ക് പോകും. UDF പൂർണ്ണാർത്ഥത്തിൽ എസ് മൂളിയിട്ടില്ല എങ്കിൽ പോലും വാതിൽ തുറക്കുന്ന രീതിയിലുള്ള വർത്തമാനങ്ങളാണ് നേതാക്കൾ നൽകിയത്. ഇപ്പോൾ ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷവും VD സതീശൻ, PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള ആൾക്കാരുമായി ഫോൺ വിളിച്ച് അവരുടെ ഇടപെടലുകൾക്ക് നന്ദി പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു. ഇനിയും UDF നേതാക്കളുടെ ചർച്ചകളിലേക്ക് മുന്നോട്ട് പോകുമെന്നും പറയുന്നു. കൃത്യമായ ലക്ഷ്യബോധത്തോടു, കൃത്യമായ ദിശാബോധത്തോടുകൂടി PV അൻവറിന്റെ രാഷ്ട്രീയ നീക്കങ്ങൾ മാറുന്നതിന്റെ സൂചനകൾ നൽകുന്നു. എന്തായാലും ഇന്നലെ പോലീസുകാരുടെ അകമ്പടിയോടുകൂടി ജയിലിലേക്ക് പോയ PV അൻവറിന് പ്രവർത്തകരുടെ അകമ്പടിയോടുകൂടി തിരിച്ച് വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു. കുറച്ച് കൂടുതൽ കരുത്തനായി PV അൻവർ മാറി എന്നതാണ് ഈ സംഭവങ്ങളുടെ എല്ലാം അവസാന അല്ലെങ്കിൽ ആകത്തുക എന്ന് പറയുന്നത്. അതാണ്. പക്ഷേ ഇറങ്ങിയ ശേഷം അൻവർ പറഞ്ഞത് ഇനി ഒറ്റയ്ക്കല്ല പോരാട്ടം. UDF നേതാക്കളുടെ അനുകൂല പ്രതികരണത്തിൽ വലിയ പ്രതീക്ഷയുണ്ടെന്ന് പറയുന്നു.
പക്ഷേ UDF-നകത്ത് ഭിന്നാഭിപ്രായമുണ്ട്, ഘടകകക്ഷികൾക്ക് ഭിന്നാഭിപ്രായമുണ്ട്, കോൺഗ്രസിനകത്ത് ഭിന്നാഭിപ്രായമുണ്ട്. അപ്പം ഔദ്യോഗികമായിട്ട് UDF ഒരു ചർച്ചയിലേക്ക് നിലവിൽ കടന്നിട്ടുണ്ടോ? നാളെ മുതൽ നേതാക്കളെയൊക്കെ കാണുന്ന തിരക്കിലേക്കാവുമോ? ഇല്ലെങ്കിൽ ഈ ഒരു ജനകീയ പ്രശ്നത്തിലാണ് അൻവറിന് ഇത്രയും, അതായത് അതുവരെ ഉണ്ടായിരുന്ന ആ ഒരു തണുത്തിരിക്കുന്നതിൽ നിന്ന് മാറി കുറച്ചുകൂടി ആവേശവും ഊർജവും ഒക്കെ കയറ്റാൻ ഒരു കാരണമായത്? അപ്പോൾ ആ ജനകീയ വിഷയം തന്നെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരിക്കുമോ അൻവർ വരും ദിവസങ്ങളിൽ മുന്നോട്ട് പോവുക? തീർച്ചയായും അൻവറിനെ സംബന്ധിച്ചോളം തന്റെ രാഷ്ട്രീയ ലൈൻ വ്യക്തമായിട്ടുണ്ട്. UDF-നോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള വഴികൾ ആലോചിക്കുക എന്നത് തന്നെയാണ് PV അൻവർ തീരുമാനിച്ചിരിക്കുന്നത്. അതിന് കിട്ടിയ ഒരു അവസരമായി തന്നെ അദ്ദേഹം ഈ ഒരു അറസ്റ്റോട് ചേർന്ന് UDF നേതാക്കളുടെ ഐക്യദാർഢ്യത്തെ കാണുന്നു. സ്വാഭാവികമായും തുടർ ചർച്ചകൾ ഉണ്ടാവും. വിശാലമായ ചർച്ചകൾക്ക് ശേഷം മാത്രമേ UDF-ന് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനത്തിലേക്ക് എത്താൻ കഴിയുള്ളൂ. എങ്ങനെയായിരിക്കും അതിന്റെ സഹകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സ്വാഭാവികമായിട്ടും ഇതിൽ അഭിപ്രായ വ്യത്യാസമുള്ള ആളുകളെ കൊണ്ട് സ്വാഭാവികമായിട്ടും മുന്നണികളും പാർട്ടിക്കകത്തും ചർച്ചകൾ ഉണ്ടാവും. പെട്ടെന്നുണ്ടാക്കുന്ന തീരുമാനമല്ല. അതേസമയം അതിലേക്കുള്ള വഴി തുറന്നിരിക്കുന്നു. അതിന് ഏത് തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണെന്ന് തന്റെ സമ്മതം, തന്റെ ഒരു നിലപാട് PV അൻവർ വ്യക്തമാക്കുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ചെയ്തിരിക്കുന്നത്. ഭാവി ചർച്ചകളിലൂടെ ആയിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോവുക. അതേസമയം തന്നെ ഇതിന് തന്നെ തനിക്ക് ഒരുപക്ഷെ ഈ ഒരു മേഖലയിലെ മലയോര മേഖലയിലെ വന്യജീവി പ്രശ്നം എന്ന് പറയുന്ന പ്രശ്നം ഉയർത്തിയതാണ് വലിയ തോതിലുള്ള പിന്തുണ ലഭിച്ചത്, അറസ്റ്റിലേക്ക് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അത് കൂടുതൽ സജീവമായി ഉന്നയിക്കുവാനും പ്രത്യേകിച്ച് നിയമസഭാ സമ്മേളനത്തിന് മുന്നോടിയായി തന്നെ വലിയ തോതിലുള്ള സമ്മർദ്ദം പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ ക്രൈസ്തവ മേലധ്യക്ഷന്മാരെ കൂടിക്കാഴ്ച നടത്തി, വ്യത്യസ്ത സംഘടനകളുമായി കൂടിക്കാഴ്ച നടത്തിയൊക്കെ അത്തരമൊരു ചർച്ചകൾ കൂടി സജീവമാക്കി ഉയർത്താൻ PV അൻവർ ശ്രമിക്കും. ഈ രണ്ട് മേഖലയിൽ ഊന്നിക്കൊണ്ട് UDF-ആയിട്ടുള്ള ചർച്ചകൾ, അതോടൊപ്പം തന്നെ ഈ വന ഭേദഗതി ബില്ല് സംബന്ധിച്ചുള്ള സർക്കാരിനെതിരായ കാര്യങ്ങൾ ഇതെല്ലാം മുൻനിർത്തിക്കൊണ്ട് പോകുന്നു. കൃത്യമായ സൂചനകൾ അദ്ദേഹം നൽകുന്നുണ്ട്. നാളെ വാർത്താ സമ്മേളനമുണ്ട്. അതിനുശേഷം അദ്ദേഹം പരിപാടികളെ മുന്നോട്ട് പോകും. എന്തായാലും നേരത്തെ ഒരുപക്ഷെ ഏതെങ്കിലും മുന്നണിയിൽ മാത്രമല്ല UDF-ഉമായിട്ട് അടുക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് വന്നെങ്കിൽ അവിടെ നിന്ന് മാറി തന്റെ രാഷ്ട്രീയ ശത്രു എന്ന് പറയുന്നത് പിണറായിയാണ്, അല്ലെങ്കിൽ പിണറായിയുടെ സർക്കാരാണ്. അതിനെ താഴെ ഇറക്കാൻ വേണ്ടി UDF-ഉമായിട്ട് ഏത് തരത്തിലുള്ള വിട്ടുവീഴ്ചയും ചെയ്ത് മുന്നോട്ട് പോകാം എന്നൊരു ധാരണയിലേക്ക് PV വരുത്തുന്നു. എന്തായാലും അത് കൃത്യമായൊരു മെസ്സേജ് UDF-ന് നൽകുന്നുണ്ട്. സ്വാഭാവികമായിട്ട് UDF കാര്യങ്ങളെല്ലാം പാർട്ടികൾക്കകത്ത് കോൺഗ്രസിലും മുസ്ലിം ലീഗിലും വ്യത്യസ്തമായി തന്നെ ആലോചിക്കേണ്ടി വരും. പിന്നീട് UDF എന്ന തരത്തിൽ തന്നെ മറ്റു ഘടകകക്ഷികളുമായി കൂടി ആലോചിക്കേണ്ടി വരും. എന്തായാലും വലിയ വളരെ അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ട്. പല നേതാക്കളും ഇക്കാര്യത്തിൽ വ്യക്തമായ സൂചനകൾ PV അൻവർ നൽകിയെന്നതിന്റെ വിവരങ്ങൾ കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങൾ ആ രാഷ്ട്രീയ നീക്കങ്ങൾ കൂടി ദിവസമായിരിക്കും എന്ന് തന്നെ പറയേണ്ടി വരും. ധന്യ.